മോർണിംഗ്. എല്ലാവരും കിട്ടിയോ? ഇതോണോ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങി അല്ലെ? റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസസ്. എന്താണ് റേഡിയോളജി എന്ന് പറഞ്ഞത്? എന്താണ് റേഡിയോളജി? പല ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാണ് അല്ലെ? മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് that uses imaging technology to diagnose and treat disease. പലതരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജികളാണ് നമ്മൾ പറഞ്ഞത്. എക്സ്റേ പറഞ്ഞു, അൾട്രാസൗണ്ട് പറഞ്ഞു, CT സ്കാൻ പറഞ്ഞു. മൂന്നെണ്ണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബോൺസിന്റെ കാര്യം, പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണ് ബോൺസിന്റെ കാര്യത്തിൽ നമ്മൾ എക്സ്റേ ആണ് എടുക്കുന്നത്. റാപ്പിഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ, വേദനയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബോൺസിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എല്ലുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ നോക്കുന്നത് ഇമേജിംഗ് ടെക്നോളജി ആണ് എക്സ്റേ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് അൾട്രാസൗണ്ട്. നമ്മൾ പറഞ്ഞു ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദോഷവും ഇല്ല അല്ലെ? ഒരു റേഡിയേഷൻ ഒന്നും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ ഫീറ്റസ് ഭ്രൂണത്തെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് അൾട്രാസൗണ്ട്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജിയാണ്. ഓക്കെ. പിന്നെ അടുത്തതാണ് CT സ്കാൻ എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. അതാണ് എക്സ്പാൻഡഡ് ഫോം. ഇവിടെ എങ്ങനെയാണ്? ഈ എക്സ്റേയിൽ നമുക്ക് ഒരു ഫോണിൽ നിന്നുള്ള ഒരു പിക്ചറേ കിട്ടുള്ളൂ. എന്നാൽ CTയിൽ പല ആംഗിളിൽ നിന്നുള്ള ക്രോസ് സെക്ഷണൽ ഇമേജ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ. നമുക്ക് ബോഡിയിൽ കട്ട് ചെയ്യാതെ തന്നെ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള എന്താണ് പ്രശ്നം നമുക്കത് വ്യൂ ചെയ്യാനായിട്ട് ഈ ഇമേജിംഗ് ടെക്നോളജിയിലൂടെ പറ്റും. ഇനി അടുത്തതാണ് MRI സ്കാൻ. ഇതല്ലേ നമുക്ക് പഠിക്കേണ്ട ഇനി? MRI മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തതല്ലേ? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ. ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. നോക്കിയേ, അടുത്തതാണ് MRI എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. മാഗ്നറ്റിക്, MAGNETIC, മാഗ്നറ്റിക് റെസൊണൻസ്, RESONANCE, റെസൊണൻസ് ഇമേജിംഗ്, IMAGING, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇതാണ് MRI എന്ന് പറയുന്നത്. സ്കാൻ ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും MRI സ്കാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് അല്ലെ? ഐശ്വര്യ അവിടെ ഇട്ടിട്ടുണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, പൈസ കൂടുതലാണ് അത്. പിന്നെ അതിന്റെ പ്രത്യേകത എന്താ? ഒരു നല്ലൊരു സൗണ്ട് കേൾക്കും അല്ലെ? നല്ല സൗണ്ട് ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഒരു ട്യൂബിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റി വിട്ട് മൊത്തം നമ്മളെ എന്താ പറയാ ഇമേജ് എടുക്കുക ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ബ്രെയിനിലൊക്കെ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ? പിന്നെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടി സ്പെല്ലിംഗ് പറയാമോ? അറിയാലോ. എന്താണ്? മാഗ്നറ്റിക്, MAGNETIC, മാഗ്നറ്റിക്, MAGNETIC, റെസൊണൻസ്, RESONANCE, റെസൊണൻസ് ഇമേജിംഗ്, IMAGING, ഇമേജിംഗ്. ക്ലിയർ ആയോ? നോട്ട് ചെയ്തോ? MRI. ഇനി നോക്കിയേ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് റേഡിയോ വേവ്സ് ആർ യൂസ്ഡ് ടു വ്യൂ ദ സ്ട്രക്ചർ. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? MRI എന്ന് പറയുമ്പോ ഗുഡ് മോർണിംഗ്. നോക്കിയേ, എന്താണ് MRI എന്ന് പറഞ്ഞപ്പോ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇമേജിംഗ് മെത്തേഡ് ആണ് അത് അല്ലെ? പിന്നെ നല്ല സൗണ്ട് കേൾക്കും, ഒരു ട്യൂബിൽ കൂടെ ഇങ്ങനെ നമ്മളെ കയറുന്നത് പോലെ തോന്നും. ഓർത്തോക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്ട്രോക്കിന് നമുക്ക് എന്താ ഈ നമ്മുടെ ബ്രെയിനിലൊക്കെ എന്തെങ്കിലും സ്ട്രോക്ക് ഒക്കെ വരുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആണ് അതല്ലേ MRI സ്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സ്ട്രോങ് മാഗ്നറ്റിക് വേവ്സ് റേഡിയോ വേവ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഇതിന്റെ എന്താ നോക്കിയേ, ക്രിയേറ്റ് 3 ഡയമെൻഷണൽ
image used to view structure and create three-dimensional image. Three-dimensional image കിട്ടാനായിട്ട് image കിട്ടുന്നു. Show blood clot damage. കണ്ടോ, ബ്ലഡിൽ എന്തെങ്കിലും ക്ലോട്ട് ഉണ്ടോ, എന്തെങ്കിലും സ്ട്രോക്ക് ഉണ്ടോ, ബ്ലഡിന് ക്ലോട്ട് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അതൊക്കെ നോക്കാനായിട്ട് MRI സ്കാൻ ചെയ്യാൻ പറയും. അപ്പൊ എന്തൊക്കെയാ അവിടെ പറയുന്നത്? ഷോസ് ബ്ലഡ് ക്ലോട്ട് ഡാമേജ്, ടോൺ ലിഗ്മെന്റ്സ്. ടോൺ എന്ന് പറഞ്ഞാൽ പൊട്ടിയ. ലിഗ്മെന്റ്സ് എന്താ? ബോൺസുകളെ തമ്മിൽ, രണ്ട് ബോൺസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. മലയാളത്തില് സന്ധികൾ എന്ന് പറയും. സന്ധികള് എന്താണ്? ബോൺസിനെ, രണ്ട് ബോൺസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന, രണ്ട് എല്ലുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് അറ്റാച്ച് ടു ബോൺ ടു ബോൺ. രണ്ട് എല്ലുകള്, രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ, സന്ധികള്. അങ്ങനെ പൊട്ടിപ്പോയ സന്ധികള്. ആൻഡ് ടെൻഡൻസ്. ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്നായുക്കള്. മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ് കേട്ടോ. സ്ട്രോങ് ഫ്ലെക്സിബിൾ ടിഷ്യൂ ദാറ്റ് കണക്ട് ബോൺസ് ആൻഡ് മസിൽസ്. നമ്മുടെ എല്ലുകളെയും മസിലുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ടെൻഡൻ. സ്നായുക്കൾ, മലയാളം കേട്ടോ, സ്നായുക്കൾ. അപ്പൊ അങ്ങനെ പൊട്ടിപ്പോയ സ്നായുക്കള്, പൊട്ടിപ്പോയ സന്ധികള്, പിന്നെ ബ്ലഡ് ക്ലോട്ട് ഡാമേജ്, ഇതെല്ലാം കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതെല്ലാം നമുക്ക് നോക്കുന്നതിന് MRI സ്കാൻ അല്ലെ അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് അതർ സോഫ്റ്റ് ടിഷ്യൂസ്, മറ്റുള്ള സോഫ്റ്റ് ടിഷ്യൂസ് നമുക്ക് കാണുന്നതിന്. അബ്നോർമാലിറ്റീസ് ഇൻവാസീവ്. അത് അധികം എന്താ പറയാ, ഇൻവാസീവ് എന്ന് വെച്ചാൽ ആക്രമണാത്മകമായിട്ടുള്ള. അപ്പൊ അതാ പറഞ്ഞ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ഡോക്ടറിന് അറിയണമെങ്കിൽ അപ്പൊ ഡോക്ടർ ഏതാണ്? MRIക്ക് പറയുന്നത് അല്ലെ, MRI സ്കാൻ ചെയ്യാൻ പറയും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആണ്, കുറച്ചും കൂടി ഇൻവാസീവ് ആയിട്ടുള്ള, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഇതൊക്കെ നോക്കണമെങ്കിലൊക്കെ MRI ആണ് പറയുന്നത്. അപ്പൊ അവിടെ ഒന്ന് നോട്ട് ചെയ്യേണ്ടത്, MRIയുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് അവിടെ കാണിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ഡാമേജുകൾ കണ്ടുപിടിക്കാൻ, പൊട്ടിപ്പോയ സന്ധികള്, ലിഗ്മെന്റ്സ്, ഇതൊക്കെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ നോക്കുന്നതിന് MRI സ്കാൻ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ 4 ഇമേജിംഗ് ടെക്നോളജി ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റേഡിയോളജിക്കൽ വർക്ക് can be classified into 3. 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 3 ഏരിയകളുണ്ട്. ഈ റേഡിയോളജിക്കൽ വർക്ക്, റേഡിയോളജിയിലെ വർക്കിനെ നമുക്ക് 3 സെക്ഷൻ ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാന്ന് നോക്കിയേ? റേഡിയോളജി can be classified into 3 different areas. 3 പ്രധാനപ്പെട്ട ഏരിയകളായിട്ടാണ് റേഡിയോളജിയിലെ വർക്ക് നടത്തുന്നത്. അല്ലെങ്കിൽ റേഡിയോളജിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം, 3 ഏരിയകളായിട്ട് തരംതിരിക്കാം. നമ്മൾ CSST ഫംഗ്ഷൻ ഏരിയ പറഞ്ഞില്ല 6 ഉണ്ടെന്ന് അല്ലേ, CSST പഠിച്ചപ്പോ. അതുപോലെ റേഡിയോളജിയിലെ അവിടുത്തെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ റേഡിയോളജിനെ നമുക്ക് എത്ര ഏരിയ ആയിട്ട് തിരിക്കാം? അവിടെ നടക്കുന്ന വർക്കുകളെ, പ്രവർത്തനങ്ങളെ 3 ആക്കി തിരിക്കാം. ഫസ്റ്റ് നോക്കിയേ, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. രണ്ടാമത്തെയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. മൂന്നാമത്തെയാണ് റേഡിയേഷൻ ഓങ്കോളജി. പേരുകളൊന്നും നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ എന്താണ്? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡയഗ്നോസ് ചെയ്യാം. എന്താ ഡയഗ്നോസ് ചെയ്യാം? രോഗനിർണയം നടത്തുക അല്ലെ. രോഗനിർണയം നടത്താൻ, എന്ത് രോഗമാണ് എന്ന് കണ്ടുപിടിക്കാൻ, അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയോളജിസ്റ്റ് എംപ്ലോയ് ഇമേജിംഗ് ടെക്നിക് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ ആൻഡ് MRI സ്കാൻ ടു ഐഡന്റിഫൈ ഡിസോർഡേഴ്സ് ത്രൂ ഔട്ട് ദ ബോഡി. കണ്ടോ? അപ്പൊ റേഡിയോളജിസ്റ്റ് പല ഇമേജിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ച്, അതായത് എക്സ്റേ ആവാം, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ആവാം, അല്ലെങ്കിൽ CT സ്കാൻ ആവാം, അല്ലെങ്കിൽ MRI സ്കാൻ ആവാം. ഇങ്ങനെ പലതരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഡിസോർഡർ അല്ലെ,
ഡിസീസ് ഡിസോർഡർ എന്താണെന്ന് നിർണയിക്കുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു. അതിനെയാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പല ഇമേജിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ എന്താണ് ഡിസോർഡർ അല്ലെങ്കിൽ എന്താണ് ഡിസീസ് എന്ന് കണ്ടുപിടിക്കുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ക്ലിയർ ആയോ നോക്കിയേ? അവിടെ രോഗനിർണയം നടത്തുകയാണ്. നമുക്ക് എന്താണ് രോഗമെന്ന് ഇങ്ങനെ പല ഇമേജിംഗ് ടെക്നോളജിയിലൂടെ നമ്മൾ രോഗനിർണയം നടത്തുന്നു. ക്ലിയർ ആയോ? ഒന്നാമത്തേത് ഓക്കെ അല്ലേ? രാവിലെ തന്നെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ അവിടെ എല്ലാവരും? ചാടിക്കണോ അവിടെ? ഓക്കെ. സൽമ ഇട്ടിട്ടുണ്ട്. ഓക്കെ. കമ്പി ഇട്ടിട്ടുണ്ട്. പുറകെ ഓരോരുത്തരുടെ ശില്പാടമാണ്. ഓക്കെ ആണ് അല്ലെ? അപ്പൊ എന്താ ചെയ്യുന്നവര്? ഡയഗ്നോസ് ചെയ്യാണ്. ഇപ്പൊ എക്സ്റേ നമ്മൾ ചെന്നു, അപ്പൊ ഡോക്ടർ വേഗം തന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ആ എക്സ്റേ നോക്കിയിട്ട് ഡോക്ടർ എന്താണ് പൊട്ടിയിട്ടുണ്ട്, എല്ലിന് പൊട്ടുണ്ട്, അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? അതാ റേഡിയോളജിസ്റ്റ്, ഡോക്ടർ അല്ല റേഡിയോളജിസ്റ്റ് ഇതാണ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക ചെയ്യുന്നത്, ഡയഗ്നോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ രോഗനിർണയം മാത്രമല്ല, അവിടെ അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നു. ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അവിടെ ഡയഗ്നോസിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നു. രോഗനിർണയം മാത്രമല്ല, അവിടെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നു. അതിനുള്ള ട്രീറ്റ്മെന്റ് ചികിത്സയും കൂടി കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ. റേഡിയോളജി ദാറ്റ് ഫോക്കസസ് ഓൺ യൂസിങ് മിനിമലി ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്. മിനിമലി ഇൻവാസീവ് ഇന്റർവെൻഷണൽ ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമലി കുറഞ്ഞ, ഇൻവാസീവ് ആക്രമണാത്മകമായ, അപ്പൊ കുറഞ്ഞ ആക്രമണാത്മകമായ ഇന്റർവെൻഷണൽ ടെക്നിക്കുകൾ. അതായത് എന്ന് വെച്ചാൽ വലിയ ഓപ്പൺ സർജറി ഒന്നും അല്ല ചെയ്യുന്നത്. മനസ്സിലാവല്ലേ? വലിയ ഓപ്പൺ സർജറി അല്ല ചെയ്യുന്നത്. നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്, സർജറി ചെയ്യാതെ ഉള്ള ട്രീറ്റ്മെന്റ് കൂടെ. അതാണ് ആക്രമണാത്മകം കുറഞ്ഞ ട്രീറ്റ്മെന്റിലൂടെ അവിടെ എന്ത് ചെയ്യുന്നു? അവര് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്. കണ്ടോ? ഡയഗ്നോസ് ചെയ്തു, എന്നിട്ട് പേഷ്യൻസിന് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മള് ആൻജിയോഗ്രഫി അല്ലേ, അത് താഴെ പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് വരുന്നത് ഡീറ്റെയിൽ പറയുന്നുണ്ട്. അപ്പൊ പറയാം, ആൻജിയോഗ്രഫി നമ്മള് ബ്ലോക്ക് എവിടെയാന്ന് കണ്ടുപിടിക്കൂലേ? ബ്ലഡ് വെസലില് എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ്. അതിനുശേഷം ബ്ലോക്ക് കണ്ടുപിടിച്ച നെക്സ്റ്റ് എന്താ? ആൻജിയോപ്ലാസ്റ്റി ചെയ്യും അവിടെ അല്ലെ? ആൻജിയോപ്ലാസ്റ്റി ചെയ്യൂലേ? അത് രണ്ടും ഡീറ്റെയിൽ പറയാം കേട്ടോ. ഇത്രയും മനസ്സിലാക്കുക. എന്താണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ആക്രമണാത്മക കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ഇന്റർവെൻഷണൽ ടെക്നിക്ക്, അതായത് നോൺ സർജിക്കൽ പ്രൊസീജിയറിലൂടെ, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഡയഗ്നോസ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ ട്രീറ്റ്മെന്റും കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഡയഗ്നോസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റും കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇന്റർവെൻഷണൽ റേഡിയോളജി. ഡയഗ്നോസ്റ്റിക്കിലാണെങ്കിൽ രോഗനിർണയം മാത്രമേ നടത്തുള്ളൂ. രണ്ടാമത്തെ ഇന്റർവെൻഷണൽ റേഡിയോളജിയിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യന്റ്. ഡയഗ്നോസിസിനൊപ്പം തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റും കൊടുക്കുക ചെയ്യുന്നത്. അതെങ്ങനെയാണ്? നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്. മനസ്സിലായില്ലേ? സർജറി ഒന്നും വേണ്ട. നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ കുറഞ്ഞ ആക്രമണാത്മകമായിട്ടുള്ള ടെക്നിക്കുകളിലൂടെ എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്റർവെൻഷണൽ റേഡിയോളജി ഇൻക്ലൂഡ്സ്. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് ആൻജിയോഗ്രഫി. രണ്ടാമത്തെ ബയോപ്സി, മൂന്നാമത്തെ കാർഡിയാക് കാത്തറൈസേഷൻ, അടുത്തതാണ് ആൻജിയോപ്ലാസ്റ്റി. അങ്ങനെ 4 എണ്ണമാണ് ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് കേൾക്കണവരൊന്നും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. സംഭവമൊക്കെ ചെറിയ കാര്യങ്ങളാണ്, നമുക്ക് പഠിക്കാം. ഓക്കെ. മെഡിക്കൽ അല്ലെങ്കിൽ സയൻസ് പഠിക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ചെറിയ വേർഡ്സ് കേൾക്കുമ്പോൾ ചിലപ്പോ എന്താണ് ഡയഗ്നോസ്റ്റിക് ഒന്ന് കൂടി പറയാമോ? ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ എന്താ? പല ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് രോഗം എന്താന്ന് കണ്ടെത്തുന്നു. അത്രേ ഉള്ളൂ. പല ഇമേജിംഗ് ടെക്നോളജി, എക്സ്റേ ആയിക്കോട്ടെ, അൾട്രാസൗണ്ട് ആയിക്കോട്ടെ, CT സ്കാൻ ആയിക്കോട്ടെ, MRI സ്കാൻ ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് രോഗം എന്താണെന്ന് കണ്ടെത്തുന്നു. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അവിടെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ. ഇന്റർവെൻഷണൽ റേഡിയോളജിയിലാണെങ്കിൽ ആ ഡയഗ്നോസിനൊപ്പം തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ്
ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നു. ക്ലിയർ ആയില്ലേ? അതിനകത്ത് വരുന്നതാണ് ഫസ്റ്റത്തെ ആൻജിയോഗ്രഫി. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ 4 പോയിന്റ്സും നോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നോക്കി ആൻജിയോഗ്രഫി. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ് ഡാഷ്. പഠിച്ചു വെക്കുക. എന്താണ് ആൻജിയോഗ്രഫി? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് ഈസ് കോൾഡ് ആൻജിയോഗ്രഫി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആൻജിയോഗ്രഫി എന്ന്? കേട്ടിട്ടുണ്ടോ ആൻജിയോഗ്രഫി? എന്താണ്? ഇമേജിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അല്ലെ നമ്മുടെ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇമേജിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്ന ആ ഒരു പ്രോസസ് ആണ്. ചിലപ്പോ നിങ്ങൾ ആൻജിയോഗ്രാം എന്നായിരിക്കും കേട്ടേക്കണേ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അല്ലെ? ഇത് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാലും ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. രണ്ടും സെയിം തന്നെയാ. രണ്ടും ഒരു നമുക്ക് ഈ ആൻജിയോഗ്രഫി ആയിക്കോട്ടെ ആൻജിയോഗ്രാഫി ആയിക്കോട്ടെ നമുക്ക് അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചോട്ടോ അവിടെ. ഇനി മാറിപ്പോരുത്. ആൻജിയോഗ്രഫിയും ആൻജിയോഗ്രാമും സെയിം ആണ്. രണ്ടും സെയിം ആണ് കേട്ടോ. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാലും ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാലും സെയിം ആണ്. ചില ഹോസ്പിറ്റലുകളിൽ കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും. ചില ഹോസ്പിറ്റലുകളിൽ എന്താണ് കൊറോണറി ആൻജിയോഗ്രഫി എന്നാ പറയുന്നത്. രണ്ടും സെയിം തന്നെയാണ്. രണ്ടും ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്. എന്ത് ഡയഗ്നോസ് ചെയ്യാനാ? ഏതൊക്കെ ബ്ലഡ് വെസൽസിലാണ് ബ്ലോക്ക് ഉള്ളത്, ബ്ലോക്ക് ഉണ്ടോ, ഏതൊക്കെ ബ്ലഡ് വെസലിലാണ് ബ്ലോക്ക് ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ. എല്ലാവരും എഴുതി വെച്ച അവിടെ ഒന്ന്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഇനി മാറിപ്പോരുത് കേട്ടോ. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാലും ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാലും സെയിം ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്. പല ഹോസ്പിറ്റലുകളിലും അതിന് ചിലടത്ത് ആൻജിയോഗ്രഫി എന്ന് പറയും, ചിലടത്ത് ആൻജിയോഗ്രാം എന്ന് പറയുന്നുള്ളൂ. രണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. മനസ്സിലായില്ലേ? ഡയഗ്നോസ് ചെയ്യുന്നത് ബ്ലഡ് വെസലിന് ബ്ലോക്ക് ഉണ്ടോ, എത്ര ബ്ലോക്ക് ഉണ്ട്, ഏത് ബ്ലഡ് വെസലിനാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു രോഗനിർണയമാണ്. രോഗനിർണയം നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ്. എഴുതി വെച്ചോടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇനി എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ് ആൻജിയോഗ്രഫി. ഇനി അടുത്തതാണ് ബയോപ്സി പ്രൊസീജിയർ. ബയോപ്സി കേട്ടിട്ടുണ്ട് അല്ലെ? ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഒരു ലിവിങ് ടിഷ്യൂ എടുത്തിട്ട്, ഒരു സെല്ല് എടുത്തിട്ട് എന്ത് ചെയ്യുക, എക്സാമിനേഷൻ ആയിരിക്കും. എന്നിട്ട് ചിലപ്പോ ഇപ്പൊ നമുക്ക് ക്യാൻസർ ആണോ എന്ന് സംശയം, ഡോക്ടറിന് ഒരു ചെറിയ സംശയം. നമ്മൾ ചെന്ന് നമ്മുടെ ലക്ഷണങ്ങളൊക്കെ നോക്കിയപ്പോ ഡോക്ടറുടെ ഒരു സംശയം ക്യാൻസർ ആണോ, അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറയും. അപ്പൊ അവിടെ ഏത് ടെസ്റ്റാ ഡോക്ടർ പറയുന്നത്? ബയോപ്സിയാ പറയുന്നത് അല്ലെ? അപ്പൊ ആ ബയോപ്സി നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ടിഷ്യൂ, ഒരു സെല്ല് എടുത്തിട്ട് അവര് ബയോപ്സിക്ക് അയക്കും. അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ക്യാൻസർ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഒരു ബോഡിയുടെ ഉള്ളിൽ നിന്ന് ഒരു സെല്ല് എടുത്തു, ലിവിങ് ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് എക്സാമിൻ ചെയ്യുന്നു. അതാണ് ബയോപ്സി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ഒരു ടിഷ്യൂ എടുത്തിട്ട് ഒബ്സർവേഷൻ അയക്കും. ഓക്കെ, ഇനി അടുത്തതാണ് കാർഡിയാക് കാത്തറൈസേഷൻ. കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറഞ്ഞാൽ കാത്ത് ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. കാത്ത് ലാബില് ഹൃദയ സംബന്ധമായി, അതായത് ഹാർട്ടിന് എന്തെങ്കിലും കാർഡിയോ വാസ്കുലർ കണ്ടീഷൻസ്, ഹാർട്ടിന്റെ ഫങ്ഷൻസിൽ എന്തെങ്കിലും ഇതുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ഹാർട്ട് ഫങ്ഷൻസ് ആൻഡ് ടു ഡയഗ്നോസ് കാർഡിയോവാസ്കുലർ കണ്ടീഷൻസ്. ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കാത്ത് ലാബിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറയാൻ കാര്യം കത്തീറ്റർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കേട്ടിട്ടുണ്ടോ കത്തീറ്റർ എന്ന്? CATHETER കത്തീറ്റർ. CATHETER കത്തീറ്റർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കത്തീറ്റർ എന്ന് പറഞ്ഞാലേ വേറെ ഒന്നുമില്ല, ഒരു ചെറിയ നമുക്ക് ഒരു ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു ചെറിയ നീഡിൽ പോലെ ഉണ്ടാവും കത്തീറ്റർ. എന്നിട്ട് സ്മോൾ ട്യൂബ്, ആ നീഡില്, ആ സംഭവം നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് ഇങ്ങനെ കയറ്റി വിടും. അപ്പൊ ഏതാണ്? കത്തീറ്ററിന്റെ ആണ്. അവിടെ ഉണ്ട് CATHETER കത്തീറ്റർ. CATHETER കത്തീറ്റർ. കാത്തറൈസേഷൻ എന്നുള്ളതിലുണ്ട് കത്തീറ്റർ.
നമുക്ക് വേറെ പഠിക്കാനുണ്ട്, വേറെ സ്ഥലങ്ങളിലുണ്ട്. അത് മനസ്സിലാക്കുക. ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു നീഡിൽ ഉണ്ടാവും. അത് നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് കടത്തി വിടുക ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ബ്ലഡ് വെസലിലേക്ക് കടന്നു പോയിട്ട് അപ്പൊ ഡോക്ടറിന് അത് നേരെ സ്ക്രീനിൽ കാണാൻ പറ്റും ആ സാധനം പോണത്, ബ്ലഡ് വെസലുകൾ പോകും. അപ്പൊ എവിടെയാണ്, എവിടെ ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാത്ത് ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കാർഡിയാക് കാത്തറൈസേഷൻ എന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. കാർഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. എന്തിനാ? ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ ഓക്കെ ആണോ, ക്ലിയർ ആണോ, ഒരു പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ പേര് വരാൻ കാരണം എന്താ? കാത്ത് ലാബിൽ ഉപയോഗിക്കുന്നതാണ്, കാത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ട് ആ പ്രോസസ്സിൽ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരാൻ കാര്യം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താ കാർഡിയാക് കാത്തറൈസേഷൻ. അങ്ങനെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കൂല. ഇതിനകത്ത് ഇന്റർവെൻഷണൽ റേഡിയോളജി വന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. കാത്ത് ലാബിൽ ചെയ്യുന്നതാണ്, കാത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അവിടെ ഒന്ന് നോക്കിയാൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ, ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞേട്ടാ ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ. എന്താ നമ്മള് അത് നമുക്ക് നമ്മള് ആൻജിയോഗ്രാം ചെയ്തിട്ട് അല്ലെങ്കിൽ ആൻജിയോഗ്രഫി ചെയ്തിട്ട് ബ്ലോക്ക് എവിടെയാന്ന് കണ്ടുപിടിക്കൂലേ? അല്ലെ? ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്ലഡ് വെസല് ഇങ്ങനെ വലിയതായിട്ടിരിക്കുന്ന ബ്ലഡ് വെസൽ ഏതെങ്കിലും ചുരുങ്ങി പോകും, അല്ലെ? ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോ അതിൽ കൂടെ ബ്ലഡ് നന്നായിട്ട് പാസ് ചെയ്യാൻ പറ്റൂല. അതല്ലേ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കാത്തീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ബ്ലോക്ക് ഉള്ള ഭാഗം എവിടെയാന്ന് കണ്ടുപിടിച്ചിട്ട്, ശ്രദ്ധിച്ചേ, നമുക്ക് ഇത് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ആണ്. അതൊന്ന് എഴുതി വെച്ചവിടെ. മറ്റേത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഇതോ ആൻജിയോപ്ലാസ്റ്റി എന്താണ്? അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. കിട്ടിയോ? ക്ലിയർ ആയോ ആ വ്യത്യാസം? ആൻജിയോപ്ലാസ്റ്റി ട്രീറ്റ്മെന്റ് ആണ്. എങ്ങനെയാ? ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ബ്ലോക്ക് മാറ്റുന്ന ഒരു രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ഒന്നും ചോദിക്കൊന്നുമില്ല, ഞാൻ എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. നമ്മുടെ ഈ ബ്ലഡ് വെസലിലേക്ക് കത്തീറ്റർ, ആ ട്യൂബില്ലേ, ചെറിയ ട്യൂബ്, ടിപ്പിൽ നീഡിലുള്ള ആ കത്തീറ്റർ കടത്തി വിട്ടിട്ട് അതിങ്ങനെ പോകും. അപ്പൊ ആ ബ്ലോക്ക് ഉള്ള സ്ഥാനത്ത് അവിടെ ആ ബ്ലോക്ക് എവിടെയാന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ എന്താ പറയാ, ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് കണ്ടുപിടിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ആ ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് അവിടെ എന്താണെന്നറിയോ, ഒരു ബലൂൺ വെച്ച് അവിടെ ഇങ്ങനെ വികസിപ്പിക്കും. ഒരു ബലൂൺ പോലത്തെ ഇത് വെച്ച് ആ ബ്ലോക്ക്, അതായത് അങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ആ ബ്ലഡ് വെസലിനെ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ഇങ്ങനെ വികസിപ്പിക്കും. ഇങ്ങനെ ബലൂൺ ഡിലേഷൻ അതാ പറഞ്ഞേക്കണേ. ബലൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ഊതി ഇങ്ങനെ വികസിപ്പിച്ച് നിർത്തും. എന്നിട്ട് അവിടെ ഒരു സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. STENT, സ്റ്റെൻഡ്. STENT മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരു സ്റ്റെൻഡ് അതായത് ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്നതാണ്. ആ സ്റ്റീലിന്റെ പോലത്തെ ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്ന, വളരെ നേർത്തതും നല്ല മെറ്റലും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്പ്രിങ് പോലത്തെ സംഭവം എന്ത് ചെയ്യുന്നു, അവിടെ വെക്കും. പിന്നെ ആ ബ്ലഡ് വെസൽ ചുരുക്കി പോകാൻ പറ്റുമോ? സ്പ്രിങ് പോലത്തെ സാധനം ഇങ്ങനെ കയറ്റി കഴിയുമ്പോ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ബ്ലഡ് വെസല് അവിടെ ഇങ്ങനെ ബലൂൺ വെച്ച് ഇങ്ങനെ വികസിപ്പിച്ച് നിർത്തും. അങ്ങനെ വികസിപ്പിച്ച് നിർത്തിയിട്ട് അവിടെ നേരെ ഒരു സ്റ്റെൻഡ് കയറ്റി വെക്കും, ഒരു സ്പ്രിങ് പോലത്തെ സംഭവം. അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്. എന്നിട്ട് ആ ബ്ലോക്ക് മാറ്റും. അതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ, ബ്ലോക്ക് ഈ സ്റ്റെന്റിന്റെ സഹായത്തോടു കൂടി പൂർണ്ണമായും നീക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ സ്റ്റെന്റ് വെക്കുന്ന രീതിയാണ് ഇത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ബ്ലോക്ക് ഉണ്ടോ, എവിടെയാണ് ബ്ലോക്ക്, എത്ര ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. എന്നാൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആ ബ്ലോക്ക് മാറ്റുന്നത്, സ്റ്റെന്റിന്റെ സഹായത്തോടു കൂടി ബ്ലോക്ക് മാറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? ഒരു ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ബലൂൺ ഡിലേഷൻ ഓഫ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ് ഡാഷ് ആൻജിയോപ്ലാസ്റ്റി. ക്ലിയർ ആണ് അല്ലേ? രണ്ട് കാര്യം വ്യക്തമായില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് റേഡിയേഷൻ ഓങ്കോളജി. നിങ്ങളുടെ അടുത്തൊക്കെ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ വന്നവരുണ്ടോ? ട്രീറ്റ്മെന്റ് ചെയ്യണവരൊക്കെ ഉണ്ടോ?
ഉണ്ട് അല്ലെ, എഴുതി കിട്ടിയുണ്ട്. ഈ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ക്യാൻസർ. ഒന്ന് എഴുതി വെച്ചോട്ടോ, ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ക്യാൻസർ. അവര് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് ചെയ്യുവാണോ അമിന? ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അവിടെ? അവര് എന്താ ചെയ്യണേ ചോദിച്ചോ നിങ്ങള്? അതെ അല്ലെ, ട്രീറ്റ്മെന്റ് ചെയ്യുക. റേഡിയേഷൻ ആണോ ചെയ്യുന്നേ? റേഡിയേഷൻ അല്ലെ. ഓക്കെ, റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞ എന്താ? റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി. കണ്ടോ, എന്താണ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി? അതായത് കീമോ ചെയ്യാണ് അല്ലെ. ശരി. അപ്പൊ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി അതാണ് റേഡിയേഷൻ ഓങ്കോളജി ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഓൺ ക്യാൻസർ പേഷ്യൻസ്. കണ്ടോ, ക്യാൻസർ പേഷ്യൻസിന് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി, അതാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഹൈ എനർജി റേഡിയേഷൻ. ഹൈ എനർജിയിലുള്ള റേഡിയേഷൻസ് ആണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഹൈ എനർജി റേഡിയേഷൻസ് ആണ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ റേഡിയേഷൻ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ദ ക്യാൻസർ സെൽ. ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളില്ലേ, ആ കോശങ്ങളെ നശിപ്പിക്കുന്നു. ആൻഡ് പ്രിവെന്റ് ദം ഫ്രം പ്രൊലിഫറേറ്റിംഗ്. പ്രൊലിഫറേറ്റിംഗ് എന്ന് പറയുന്ന വ്യാപനം, സ്പ്രെഡ് ചെയ്യുന്നത്, വ്യാപനം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് അടുത്ത കോശങ്ങളിലേക്ക് ആ ക്യാൻസർ വ്യാപിക്കുന്നത്, അതിന്റെ വ്യാപനം തടയുന്നു. അപ്പൊ ആ കോശങ്ങൾ എന്ത് ചെയ്യും? അവിടെ റേഡിയേഷൻ ഉപയോഗിച്ച് കരിച്ചു കളയും. ഓക്കെ, റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? കരിച്ചു കളയുന്നു. അതാണ് റേഡിയേഷൻ ഓങ്കോളജി. ക്യാൻസറിലും ഈ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? Radiation oncology is used for performing radiation-based therapy on cancer patient. അവിടെ ചോദിക്കാം കേട്ടോ, ഓങ്കോളജി എന്താണ്? ഓങ്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ക്യാൻസർ, ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ഇനി റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞ എന്താ? ഒരു റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി ആണ് ആർക്കുള്ളത്? ക്യാൻസർ പേഷ്യന്റിനുള്ളത്. ഇവിടെ റേഡിയേഷൻ, ഹൈ എനർജിയിലുള്ള റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് അടുത്ത കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത്, അതിന്റെ വ്യാപനത്തെ തടയുന്നു. പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുന്നു. Thus, this process can either regulate the problem or can cure it entirely. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ്, റേഡിയേഷൻ ഓങ്കോളജി, ഈ ഒരു ക്യാൻസർ റേഡിയേഷൻ ബേസ്ഡ് തെറാപ്പി എന്ത് ചെയ്യുന്നു? can either regulate the problem, ആ ക്യാൻസർ എന്ന് പറഞ്ഞ പ്രശ്നത്തെ റെഗുലേറ്റ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റുന്നു. അങ്ങനെയുള്ളവരില്ലേ? ക്യാൻസർ വന്ന് പൂർണ്ണമായിട്ട് മാറിയവരില്ലേ? ഇപ്പൊ നമ്മുടെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തില്ലേ? പുതിയ ടെക്നോളജികൾ വന്നു. അപ്പൊ അത് അത് ഓരോ സ്റ്റേജുകൾ ഇമ്പോർട്ടന്റ് ആട്ടോ. ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ എന്താ പറയാ, നമുക്ക് അവരെ പൂർണ്ണമായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മാറ്റി കൊണ്ടുവരാൻ പറ്റും അതിന്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ഇത് അറിയാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്. ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴാണ് ആ സിംറ്റംസ് ശരിക്കും പുറത്തേക്കൊക്കെ വരുന്നത്. അതുവരെ നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഇടയ്ക്കൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണതൊക്കെ നല്ലതാണ്. അപ്പൊ ലാസ്റ്റ് സ്റ്റേജിലാവുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ചു നാളൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ വേദനയൊക്കെ ഒന്ന് കുറയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് എന്താ, അതിനൊന്നില്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ ക്യാൻസർ എന്ന് പറഞ്ഞ പ്രശ്നത്തെ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്നു. ക്ലിയർ ആയില്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക് 3 കാര്യങ്ങള് ക്ലിയർ അല്ലേ? ഇനി ഒന്ന് വായിച്ചും കൂടി നോക്കി വെക്കണം കേട്ടോ. ഇന്ന് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ മറന്നു പോകുന്നു. ഇന്നിപ്പോ ഫ്രൈഡേ അല്ലേ, പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ദിവസം നമ്മൾ ട്യൂസ്ഡേയിലേക്ക് അല്ലേ കാണുന്നേ. അപ്പത്തേക്കും മറന്നു പോകരുത് കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു വെക്കണം എല്ലാവരും നിർബന്ധമായിട്ടും. ഇത് നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മളത് വളരെ ഇന്നത്തെ കാലത്ത് നമുക്ക് അതെല്ലാം മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നോക്കി വെക്കുക. ഇനി നോക്കിയ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷനാണ് നമ്മൾ പറയുന്നത്. എവിടേക്കാ ലൊക്കേഷൻ? ലൊക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഫസ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. നോക്കി, ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് താരതമ്യേന ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഏറ്റവും സ്യൂട്ട് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. താരതമ്യേന ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റഡ് ഓൺ ദ
ഡാഷ് ഫ്ലോർ. അവിടെ ഉണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ, അല്ലെങ്കിൽ ഫിഫ്ത്ത് ഫ്ലോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടക്കും. നമുക്ക് ഓപ്ഷൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം എവിടെയായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് താരതമ്യേന ലൊക്കേറ്റ് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിൽ. ക്ലിയർ ആയോ? ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. ക്ലിയർ ആണോ? നിങ്ങക്ക് ഞാൻ പറയണ മനസ്സിലാവല്ലേ? ക്ലിയർ അല്ലേ? നോട്ട് ചെയ്യല്ലേ കൃത്യമായിട്ട്? ഓക്കെ, അണ്ടർലൈൻ ചെയ്യാൻ പറയണത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തിടുന്നത്. ഓക്കെ, അപ്പൊ റേഡിയോളജി ഓപ്ഷൻ വരുമ്പോ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് താരതമ്യേന ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കണം, അതാണ് ഏറ്റവും അഭികാമ്യം. നോക്കി എന്തുകൊണ്ടാണ് അവൾ പറയുന്നത് അങ്ങനെ? ദ ഗ്രൗണ്ട് ഫ്ലോർ ഈസ് ദ ഒപ്റ്റിമൽ ലൊക്കേഷൻ ഫോർ സോഫിസ്റ്റിക്കേറ്റഡ്. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് വെച്ചാൽ സങ്കീർണമായ. ഒന്ന് എഴുതി വെച്ചോട്ടോ അറിയില്ലാത്തവര്. സോഫിസ്റ്റിക്കേറ്റഡ് സങ്കീർണമായ എക്യുപ്മെന്റ്സ് ലൈക്ക് CT ആൻഡ് MRI സ്കാനേഴ്സ്. കണ്ടോ, ഈ CT സ്കാനർ, MRI സ്കാനറിനൊക്കെ വിലപിടിപ്പുള്ളതാണ്, നല്ല വെയിറ്റ് ഉള്ള മെഷീനൊക്കെയാണ് അല്ലെ? നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇങ്ങനെയുള്ള ഇത്രയും സങ്കീർണമായ വിലപിടിപ്പുള്ളത് അല്ലെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതും പിന്നെ എന്താ പറയാ വെയിറ്റ് ഉള്ള മെഷീൻസ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് ഏറ്റവും അനുയോജ്യം ഏതാ? ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ വേറെ ടോപ്പ് ഫ്ലോറിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ അത്ര അത് സേഫ് അല്ല. ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും അനുയോജ്യം. ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ വെക്കാൻ ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. ദ ഡിപ്പാർട്ട്മെന്റ് നോട്ട് ഓൺലി കെയർസ് ഫോർ വോക്കിംഗ് പേഷ്യൻസ്. ഇനി ഈ ഡിപ്പാർട്ട്മെന്റ് വോക്കിംഗ് പേഷ്യൻസിന് മാത്രമല്ല കെയർ ചെയ്യുന്നത്, ബട്ട് ഓൾസോ ദ എമർജൻസി പേഷ്യൻസ്. എമർജൻസി പേഷ്യൻസിനെ കൂടി കെയർ ചെയ്യുന്നുണ്ട്. who may be unable to walk or who require rapid scanning, make a diagnosis. നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ രോഗനിർണയം പെട്ടെന്ന് വേണ്ടി വരുന്ന സ്കാനിങ് ആവശ്യമുള്ള എമർജൻസി പേഷ്യൻസിനെയും കൂടി ഡിപ്പാർട്ട്മെന്റ് പരിപാലിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് നോട്ട് ഓൺലി കെയർസ് ഫോർ വോക്കിംഗ് പേഷ്യൻസ്. വോക്കിംഗ് പേഷ്യൻസിന് മാത്രമല്ല, നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രമല്ല ഇവര് കെയർ ചെയ്യുന്നത്. എന്താണ്? എമർജൻസി പേഷ്യൻസിനെ കൂടി കെയർ ചെയ്യുന്നുണ്ട്. നടക്കാൻ കഴിയാത്ത, പെട്ടെന്ന് ചിലർക്കൊക്കെ എമർജൻസി ആയിട്ട് സ്കാൻ ചെയ്ത് വരാൻ പറയൂലേ, എമർജൻസി ആയിട്ട് പെട്ടെന്ന് സ്കാൻ എടുത്തിട്ട് വരാൻ പറയും. അപ്പൊ അങ്ങനെ സർജറി ഒക്കെ വേണമെങ്കിലും ഒക്കെ ആണെങ്കിലും അപ്പൊ അങ്ങനെ പെട്ടെന്ന് സ്കാനിങ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൂടി ഈ ഡിപ്പാർട്ട്മെന്റ് കെയർ ചെയ്യുന്നുണ്ട്. അടുത്തത് നാലാമത്തെ പോയിന്റ് എന്താ? should be easily reachable to OPD patient, inpatient and emergency department. കണ്ടോ, എളുപ്പത്തിൽ എത്താൻ പറ്റുന്നതായിരിക്കണം. എവിടുന്ന്? OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസിന് വേഗത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അവിടെ കിടക്കുന്ന ഇൻപേഷ്യൻസിന് വേഗത്തിൽ റേഡിയോളജിയിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നും റേഡിയോളജിയിലേക്ക് വേഗത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം അതിന്റെ പൊസിഷൻ. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ടു, എവിടെ നിന്നൊക്കെ അടുത്തായിരിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ എത്താൻ പറ്റുന്ന? OPD പേഷ്യൻസിന്റെ വേഗത്തിൽ എത്താൻ പറ്റുന്നതായിരിക്കണം, ഇൻപേഷ്യന്റിന്റെ വേഗത്തിൽ എത്താൻ പറ്റുന്നതായിരിക്കണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വേഗത്തിൽ എത്താൻ പറ്റുന്ന രീതിയിൽ അവിടെ ആയിരിക്കണം ലൊക്കേഷൻ. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ പോയിന്റ്? ഇവിടുന്നൊക്കെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം, ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ. ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്. ഇതെങ്ങനെ ചെയ്യാൻ പാടില്ല? മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വയ്ക്കരുത്. കണ്ടോ, എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിർത്തുക. നമുക്ക് ഇപ്പൊ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലൊക്കെ ആവുമ്പോ അങ്ങോട്ടേക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ കയറാനുള്ളവര് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ നിൽക്കുന്ന ആളുകളുടെ തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ റേഡിയോളജി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കൂലേ, അല്ലെ? അതുകൊണ്ട് ഇതിനൊരു സെക്ഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ കോർണറിലോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ വലിയ തിരക്കില്ലാത്ത രീതിയിൽ അങ്ങനെ മറ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലാക്കി വെക്കരുത് കേട്ടോ. അപ്പൊ ഇത് ഇച്ചിരി സെപ്പറേറ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ സ്കാനിങ് ആവശ്യമുള്ളവർക്ക് മാത്രം അങ്ങോട്ട് പോയാൽ മതി അല്ലെ. ഇപ്പൊ ഒരു എന്താ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഓർത്തോയുടെ ഒക്കെ അടുത്ത് കൊണ്ടുവന്നൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോണ ആൾക്കാർക്കുടെ തിരക്കായിരിക്കും അല്ലെ. അവിടെ കാണാൻ പോണ ആൾക്കാർക്കുടെ തിരക്കും റേഡിയോളജിയിലെ ഡയഗ്നോസ്റ്റിക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കുടെ തിരക്ക് എല്ലാവരും കൂടി ഒരു കൂട്ടിയിടിയായിരിക്കും അവിടെ കിടക്കുന്നത്.
അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ, ഇത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ വെക്കരുത്. ക്ലിയർ ആയോ പോയിന്റ്? It should not be put between other department. ക്ലിയർ ആവണല്ലേ? മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ വെക്കരുത്. അടുത്ത് നോക്കിയേ, it should have some room for expansion until later date. ഇനി നോക്കിയേ, ഇനിയിപ്പോ ചെറുതായിരിക്കും ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ചെറുതായിരിക്കും. ഈ ഹോസ്പിറ്റൽ വലുതാവുന്നതിനനുസരിച്ച്, ഹോസ്പിറ്റല് വലുതാക്കുന്ന ഫെസിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഇനി എന്താ പറയാ, അത് ചിലപ്പോൾ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണം, കുറച്ചും കൂടി മെഷീൻസ് നമുക്ക് കൊണ്ടുവരണം. റേഡിയോളജി എന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന് പിന്നീട് ആ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസും അങ്ങനെ ആ ഒരു റൂമും കൂടി വേണം. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സം റൂം for expansion at a later date. പിന്നീടുള്ള തീയതികളിൽ അത് വികസിപ്പിക്കാനുള്ള, എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി കാണണം. മനസ്സിലായോ? should have some room for expansion at a later date. ഇനി പിന്നീട് നമുക്കതൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സ്പേസും കൂടി നമ്മൾ അവിടെ കാണണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, flexibility, expandability and upgradability required to be taken into account while sitting the department. ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ flexibility, expandability, എക്സ്പാൻഡ് ചെയ്യാനുള്ളത്, upgradability, ഇതെല്ലാം എന്താണ്, ഇതൊക്കെ നമ്മൾ പരിപാലിക്കണം. അതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. ഫ്ലെക്സിബിൾ ആണോ, എക്സ്പാൻഡ് ചെയ്യാനുള്ള ഇതുണ്ടോ, അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യം, നവീകരിക്കാൻ പുതുക്കാനൊക്കെ ഉള്ള അതെല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത്രയാണ് ലൊക്കേഷൻ. അതിനകത്ത് 2 പോയിന്റ്സ് പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്തിടണം കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഏറ്റവും ഇത്. പിന്നെ അതിനകത്ത് പറഞ്ഞത് ഇന്ന പേഷ്യന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ നിന്നൊക്കെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കണം. ഓക്കെ, ആ 2 പോയിന്റ് അണ്ടർലൈൻ ചെയ്തിടാം. ബാക്കി പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ അല്ലേ? അത് തേർഡ് പോയിന്റ്. അതായത് ഡിപ്പാർട്ട്മെന്റ് വോക്കിംഗ് പേഷ്യൻസ്, ഇപ്പൊ നടപ്പ് രോഗികളെ മാത്രമല്ല കെയർ ചെയ്യണേന്ന്, അവര് മാത്രമല്ല കെയർ ചെയ്യുള്ളൂ, ബട്ട് ഓൾസോ ആരെയും കൂടി, എമർജൻസി പേഷ്യൻസിനെയും കൂടി. അതായത് നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഇല്ലേ, ഒരു ആക്സിഡന്റ് പറ്റി കാലിന് എന്തെങ്കിലും പ്രശ്നം വന്നു, എമർജൻസി ആയിട്ട് അവര് വരികയാണ്, എമർജൻസി കാഷ്വാലിറ്റിക്ക് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള നടക്കാൻ പറ്റാത്തവർക്ക്, പിന്നെ നമ്മൾ ഇങ്ങനെ ഭയങ്കര എമർജൻസി ഒക്കെ ആയിട്ട് വരുമ്പോ പെട്ടെന്ന് സ്കാൻ ചെയ്യേണ്ടി വരില്ലേ, സ്കാൻ ചെയ്തിട്ട് അപ്പൊ തന്നെ അവർക്ക് ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്യേണ്ടി വരില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിനെയും കൂടി കൺസിഡർ ചെയ്യണം. അല്ലാതെ നമ്മൾ സാധാരണ വന്ന് ഈ എക്സ്റേ എടുത്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് പോണ അങ്ങനെ വോക്കിംഗ് പേഷ്യൻസിനെ മാത്രമല്ല, എമർജൻസി പേഷ്യൻസിനെയും കൂടി എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് സ്പേസ് നെസസിറ്റി. ഇനി എന്തൊക്കെയാണ് ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സ്പേസ് നെസസിറ്റി? നോക്കി എന്തൊക്കെ സംഭവങ്ങൾ അവിടെ വേണം നോക്കി. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഫെസിലിറ്റികൾ അവിടെ വേണ്ടേ? റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ വേണ്ടേ? നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നേരെ സ്കാനിങ് റൂമിലേക്കാണോ കയറുന്നത്? ആണോ? അത് സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ നേരെ പോയി റൂമിൽ കയറി സ്കാൻ ചെയ്ത് പോരുവാണോ? ആദ്യം എന്ത് ചെയ്യണം, അവിടെ റിസപ്ഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പേര്, എന്ത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുമ്പോ അവര് നമുക്കൊരു നമ്പർ തരും അല്ലേ? ആ നമ്പർ തന്നിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അന്നേരം അവര് ഓർഡർ അനുസരിച്ച്, ആദ്യം വന്ന ആളുകള് അനുസരിച്ച് അവർ ഓരോന്നിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ പോയി സ്കാൻ ചെയ്യും, ആദ്യം എക്സ്റേ എടുത്തോണ്ട് പോരെ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്ത് വേണം, അവിടെ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള ഏരിയ അല്ലെ? റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ അതെല്ലായിടത്തും ഉണ്ടാവില്ലേ? അല്ലെ? നിങ്ങൾ പല സ്കാനിങ് സെന്ററിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവില്ലേ? നമ്മളോട് പേരും ഡീറ്റെയിലും ഒക്കെ ചോദിച്ച് എന്താണ് സ്കാനിങ്, ഏതാ വേണ്ടത്, എന്തൊക്കെയാന്നൊക്കെ ചോദിച്ച് നമുക്ക് അവര് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുമ്പോൾ അവര് കാർഡ് തരുമോ, അല്ലെങ്കിൽ നമുക്ക് നമ്പർ തരും, കണ്ട് പറയും വെയിറ്റ് ചെയ്യാൻ പറയും. നമ്മളപ്പോ അവിടെ വെയിറ്റ് ചെയ്യും. കണ്ട് അവര് നമ്പർ അനുസരിച്ചാണ് നമ്മളെ സ്കാനിങ് ചെയ്യാനായിട്ട് കയറ്റി വിടുന്നത്. അപ്പൊ എന്ത് വേണം അവിടെ? റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. പിന്നെ അടുത്തൊക്കെ പേഷ്യന്റ് വെയിറ്റിംഗ് റൂം. പേഷ്യന്റ് അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല ചിലപ്പോ അല്ലെ, ചിലപ്പോ അരമണിക്കൂർ വേണ്ട വരും. അപ്പൊ അവിടെ നിൽക്കാൻ പറ്റുമോ അവർക്ക്?
അല്ലെ? നിൽക്കാൻ പറ്റുമോ പേഷ്യൻസിന്? അതിൽ പുറത്തിറങ്ങി പോയി നിൽക്കാൻ പറ്റുമോ? അപ്പൊ അവർക്ക് ഇരിക്കാനുള്ള ഒരു വെയിറ്റിംഗ് റൂം വേണം. വെയിറ്റിംഗ് ഏരിയയില്ലേ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് എന്നിട്ട് ടോക്കൺ എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു വെയിറ്റിംഗ് റൂം വേണം. ഇനി അടുത്ത് നോക്കിയാൽ സെക്രട്ടറി ഓഫ് ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ്. ഈ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്ക് ഏരിയ വേണം. ഈ റിപ്പോർട്ടുകളെ റേഡിയോളജിന്ന് അല്ലെങ്കിൽ സ്കാനിങ്ങിന്റെ ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ ശേഖരിക്കാനും അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി ഏരിയ വേണം. അടുത്ത് നോക്കിയേ റേഡിയോളജിസ്റ്റ് ഓഫീസ്. റേഡിയോളജിസ്റ്റിന് ഒരു റൂം ഒരു ഓഫീസ് വേണം. ഹാൻഡി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ എക്സ്റേ റൂം. എക്സ്റേ റൂമിനോട് ചേർന്ന് തന്നെ റേഡിയോളജിസ്റ്റിന് ഒരു ഓഫീസ് വേണം. അതെന്തിനാ? ഷുഡ് ഹാവ് എ പ്രൊവിഷൻ ഫോർ റിവ്യൂയിങ് ആൻഡ് ചാർട്ടിങ് ദ ഫിലിം. ആ ഫിലിംസ് ചാർട്ട് ചെയ്യാനും അത് കാണിക്കാനും ഒക്കെ ആയിട്ട് റേഡിയോളജിസ്റ്റിന് ഇരിക്കാനുള്ള ഒരു റൂം വേണം. നമ്മൾ കാണിക്കൂലേ അല്ലേ? സ്കാനിങ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് നമുക്ക് തരും. ചിലപ്പോൾ റിസപ്ഷനിൽ നിന്ന് തന്നെ നേരിട്ട് തരും, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണണമെങ്കിൽ നമുക്ക് ആ റേഡിയോളജിസ്റ്റിനെ കണ്ട് വിവരങ്ങൾ ചോദിച്ച് നമുക്ക് നേരിട്ട് അവിടെ നിന്ന് ഇത് കണ്ട് റിവ്യൂ കണ്ടിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് പോരാ. അങ്ങനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? റേഡിയോളജിസ്റ്റ് ഓഫീസ് റേഡിയോളജി റൂമിനോട് ചേർന്നിട്ട് തന്നെ റേഡിയോളജിസ്റ്റിന് ഒരു റൂം. ഇതെല്ലാം നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള സ്പേസ് ആണ്. എന്തൊക്കെയാ? റിസപ്ഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഏരിയ വേണം. അത് കഴിഞ്ഞ് പേഷ്യന്റിന് വെയിറ്റിംഗ് ചെയ്യാനുള്ള പേഷ്യന്റ് വെയിറ്റിംഗ് റൂം വേണം. ഇതൊക്കെ സെക്രട്ടറി അല്ലെങ്കിൽ ക്ലർക്കിന്റെ ഒരു ഏരിയ വേണം. റേഡിയോളജിസ്റ്റ് ഓഫീസ് വേണം. ആ 4 കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. എക്സ്റേ റൂമിനോട് ചേർന്ന് തന്നെ റേഡിയോളജിസ്റ്റിന് ഒരു ഓഫീസ് വേണം. ക്ലിയർ ആവുന്നില്ലേ? 4 പോയിന്റ്സ് കിട്ടിയില്ലേ? എന്തൊക്കെയാ ഫിസിക്കൽ ഫെസിലിറ്റിയിൽ വന്നേന്നുള്ളത്? റിസപ്ഷൻ ഓർ രജിസ്ട്രേഷൻ ഏരിയ, പേഷ്യന്റ് വെയിറ്റിംഗ് റൂം, സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ, റേഡിയോളജിസ്റ്റ് ഓഫീസ്. ഇനി നോക്കിയേ റേഡിയേഷൻ റിസ്ക്. ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ റേഡിയേഷൻ ചെയ്തിട്ടുണ്ടോ? റേഡിയേഷൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്കാനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അവര്? ഉണ്ടോ? എങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് കൂടി നമുക്കൊന്ന് ഷെയർ ചെയ്യാനോ? ഇല്ല, ആരുമില്ല, ആരും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞത് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആർക്കെങ്കിലും എന്താ പറയാ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കാം. റേഡിയേഷൻ റിസ്കുകള്. ഓക്കെ, ഫസ്റ്റ് എന്താ? സിവിയർ എഫക്റ്റ്. സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമാണ്, പക്ഷെ വലിയ ഡോസ് ആയിരിക്കും ചെയ്യുന്നത്. അതാണ് സിവിയർ എഫക്റ്റ് എന്ന് പറയുന്നത്. സമയം കുറച്ചാണ്, കുറച്ച് സമയമുള്ളൂ, പക്ഷെ വലിയ ഡോസിലായിരിക്കും റേഡിയേഷൻ തരുന്നത്. ഓക്കെ, ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. ഇങ്ങനെയാ ഹെവി ഡോസ് ആയിരിക്കും, റേഡിയേഷന്റെ ഡോസ് കൂടുതൽ, പക്ഷെ സമയം കുറച്ച് സമയത്ത്. ഓക്കെ, സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വരുന്നത് നോക്കി? സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് കൺവെൻഷൻസ് എന്ന് വെച്ചാൽ വിറയില് വരാം. ചിലർക്ക് ഇങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്ത് വിറയ്ക്കണ പോലെ വരാം. പ്രത്യേകിച്ച് MRI ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേടിയും ഉണ്ടാക്കാം ചിലപ്പോൾ അല്ലെ? ട്യൂബിക്കൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ട്യൂബിക്കൂടെ ഒരു കടത്തി വിട്ടിട്ട് ഇങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്യണത് കണ്ടിട്ടില്ലേ? റേഡിയേഷൻസ് ഒക്കെ ആണെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ റേഡിയേഷൻ ഓങ്കോളജി, അതിനകത്ത് പഠിച്ച് സ്കാനിങ്ങിനൊക്കെ റേഡിയേഷൻ ഒക്കെ ചെയ്യൂലേ? അപ്പൊ അതിനകത്ത് സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഒരു സെക്ഷൻ. സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ? കൺവെൻഷൻസ്, വിറിയിൽ വരാം. അവിടെ എഴുതി വെച്ചോട്ടെ അറിയില്ലാത്തവര്. കൺവെൻഷൻസ്, വിറയൽ. അടുത്ത് നോക്കിയ ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, കാഴ്ച മങ്ങാണ്. ചിലർക്ക് കുറച്ച് എന്തെങ്കിലും കണ്ണ് കാണാൻ പറ്റാതെയോ കാഴ്ചക്ക് ഒരു മങ്ങല് പോലെ വരും. അതാണ് ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. കാഴ്ച മറയ്ക്കുന്നു. ഈ കാഴ്ച ഇങ്ങനെ എന്താ കണ്ണിലൊക്കെ ഒരു ഇരുട്ട് കയറിയോ അല്ലെ? കാഴ്ച ക്ലിയർ അല്ലാത്ത രീതിയിൽ തോന്നാം. ഹെഡ് ഏക്ക്, ചിലർക്ക് തലവേദന വരാം. ഇതെല്ലാം സെറിബ്രലുമായിട്ട് ബന്ധപ്പെട്ട് തലയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാട്ടോ. കൺവെൻഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡ് ഏക്ക്. ഇനി ഗ്യാസ്ട്രിക്, വയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാ വരിക? നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം വരാറില്ലേ നമുക്ക്? വൊമിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഓക്കാനം, നോസിയ. വോമിറ്റിംഗ്, ഛർദിക്കാൻ വരാം. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ, വയറിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ഭാഗത്ത് നല്ല വേദന അനുഭവപ്പെടുക.
പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു മൊത്തത്തിലല്ല, ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഒരു വേദന വരിക, അതാണ് ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ എന്ന് പറയുന്നത് കേട്ടോ. ന്യൂസിയ, വോമിറ്റിംഗ്, ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. അബ്ഡോമന്റെ വയറിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തായിട്ട് നല്ല വേദന വരാം. അത് മൂന്നും ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഓക്കാനും വരൂലേ അല്ലെ, അല്ലെങ്കിൽ ഛർദിക്കും, നമ്മൾ വോമിറ്റ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ വയറിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന വരും. അത് കൺഫ്യൂഷൻ ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റൂലേ അത് ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട്, വയറുമായിട്ട് പ്രശ്നം ബന്ധപ്പെട്ട് വരുമ്പോ? നമ്മൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമുക്ക് വയറിങ്ങനെ എന്താ പറയാ ഓക്കാനും വരാം, നമുക്ക് ഛർദിന് വരാം, വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരാം, അങ്ങനെ വിചാരിക്കും. ഇനി നോക്കിയ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് എന്താ? അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച. നിങ്ങള് ബ്ലഡ് ബാങ്ക് എടുത്തോ? നിങ്ങക്ക് ബ്ലഡ് ബാങ്കിലെ അനീമിയയുടെ കാര്യം പറഞ്ഞോ? പഠിച്ചില്ലേ? അനീമിയ ബ്ലഡിലെ കമ്പോണൻസ് നാലെല്ലാം പഠിച്ചില്ലേ? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മയൊക്കെ. അതിനകത്ത് അനീമിയ വരുന്നുണ്ട് അല്ലെ, വിളർച്ച. ഈ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലഡ് ഡസന്റ് ഹാവ് ഇനഫ് ഹെൽത്തി RBC, ആവശ്യത്തിന് RBC ഇല്ലാത്തൊരവസ്ഥ, വിളർച്ച, അനീമിയ. ഇനി ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസർ ആട്ടോ, അതാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്തെടുത്തോ, ലുക്കീമിയ. അയ്യോ സോറി, നമ്മൾ അതല്ലല്ലോ, നമ്മുടെ സിവിയർ എഫക്റ്റ് അല്ലേ പറഞ്ഞത്? ആരോ ഡിപ്രഷൻ ആട്ടോ, പെട്ടെന്ന് ഞാൻ താഴേക്കായി. നോക്കിയേ, അപ്പൊ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട അനീമിയ, വിളർച്ച. രണ്ടാമത് നോക്കിയേ, മാരോ ഡിപ്രഷൻ, മജ്ജയ്ക്ക് എന്തെങ്കിലും ഡിപ്രഷൻ വരിക, അസ്ഥി മജ്ജയ്ക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരിക, അതാണ് ബ്ലഡുമായിട്ട് വന്നേക്കണം കേട്ടോ. മാരോ ഡിപ്രഷൻ, അനീമിയ, മാരോ ഡിപ്രഷൻ. മജ്ജ എന്നാണ് മാരോ എന്ന് പറയുന്നത്, ഡിപ്രഷൻ വരിക. ഇനി അപ്പൊ അത് മൂന്നുമാണ് സിവിയർ എഫക്റ്റിൽ വരുന്നത്. ക്ലിയർ അല്ലേ? സിവിയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കുറഞ്ഞ സമയം വലിയ ഡോസ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. സെറിബ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാ? കൺവെൻഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ, ഹെഡേക്ക്, തലവേദന വരാം. വയറുമായിട്ട് ബന്ധപ്പെട്ട്, ഗ്യാസ്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കാനം വരാം, വൊമിറ്റിംഗ് വരാം, ഏതെങ്കിലും വയറിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് വേദന അനുഭവപ്പെടാം. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി അനീമിയ, വിളർച്ച ഉണ്ടാകാം. ദെൻ മാരോ ഡിപ്രഷൻ, മജ്ജയ്ക്ക് ഒരു ഡിപ്രഷൻ വരാം. ഇനി ക്രോണിക് എഫക്റ്റ്. ക്രോണിക് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഗോയിങ് ടു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പോഷർ. കണ്ടോ, നിരന്തരമായിട്ട് ചെറിയ കുഞ്ഞു ഡോസ്, ചെറിയ ഡോസ് ആക്കി, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അതാണ് ക്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നിരന്തരമായിട്ടുള്ള ഷോർട്ട് എക്സ്പോഷർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങള്. സ്കിന്നിന് നിങ്ങൾക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങള്, സ്കിന്ന്, തലമുടിയൊക്കെ അവര് പൊഴിഞ്ഞു പോവാം അല്ലെ. ഇപ്പൊ ക്യാൻസറിന്റെ ഒക്കെ ആണെങ്കിൽ റേഡിയേഷൻ ഒക്കെ ചെയ്തിട്ട് വരുമ്പോ അവർക്ക് തലമുടിയൊക്കെ പൊഴിഞ്ഞു പോകാറില്ലേ അല്ലെ. ഹെയർ ലോസ്, മുടി കൊഴിയാം. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടാട്ടോ, ഹെയർ സ്കിന്നിൽ നിന്നാണെങ്കിലും നമുക്ക് ഹെയർ രോമങ്ങളൊക്കെ കൊഴിയാം, തലമുടി കൊഴിയാം. ബ്രിട്ടിൽ നെയിൽ. ബ്രിട്ടിൽ നെയിൽ എന്ന് പറഞ്ഞാൽ നഖമൊക്കെ ഞാൻ പൊട്ടി പോകും. നമ്മുടെ കട്ടർ വെച്ച് കട്ട് ചെയ്യണ്ട, നെയിൽ കട്ടർ ഉപയോഗിക്കാതെ തന്നെ നഖം പൊട്ടി പോകാം. ഓക്കെ. പിന്നെ അടുത്തത് ഐ നോക്കി, ബ്ലഡില് അനീമിയ വരുന്നുണ്ട്. ദെൻ ലുക്കീമിയ ആണ് കേട്ടോ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇസ് ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ. നമ്മുടെ WBCയുടെ അളവ് കൂടുന്നു, അതാണ് ബ്ലഡിലെ WBCയുടെ അളവ് കൂടുന്നു. ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ. ഇനി ഐക്ക് എന്താണ്? കാട്രാക്ട്. കാട്രാക്ട് എന്ന് പറഞ്ഞാൽ തിമിരം. കേട്ടിട്ടില്ലേ? പ്രായമായ ആളുകൾക്കൊക്കെ കണ്ണിന് തിമിരം വന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. കണ്ണ് വെച്ചാൽ ഒരു പാട പോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെ മൂടും, കണ്ണിന്റെ കാഴ്ച മാറിയും. അവസാനം അങ്ങനെ വന്ന് പൂർണ്ണമായിട്ട് കാഴ്ച ഇല്ലാതെയായി പോകും. പക്ഷെ ഇപ്പൊ ഇല്ല, ഇപ്പൊ നമ്മൾ തിമിരത്തിന് സർജറി ചെയ്ത് തന്നെ മാറ്റണ്ട കേട്ടോ. കാട്രാക്ട് എന്ന് പറഞ്ഞാൽ തിമിരം, പ്രായമായവർക്കൊക്കെ കൂടുതൽ വന്നതാണ്. പിന്നെ അടുത്ത് നോക്കിയ അതേഴ്സ്, മറ്റുള്ള പ്രശ്നങ്ങള് എന്താണ്? സ്റ്റെറിലിറ്റി, ഒബീസിറ്റി, ക്യാൻസർ. സ്റ്റെറിലിറ്റി, വന്ധ്യത, കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥയിലെ വന്ധ്യത. സ്റ്റെറിലിറ്റി അറിയില്ലാത്തവരൊന്ന് എഴുതി വെച്ചോട്ടോ, നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. വന്ധ്യത. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അമിതവണ്ണം. ചിലർക്ക് പെട്ടെന്ന് ഇങ്ങനെ വെയിറ്റ് ഒക്കെ കൂടാം, അമിതവണ്ണം, ഒബീസിറ്റി. ദെൻ അടുത്തത്
അടുത്തതാണ് ക്യാൻസർ. ഇതൊക്കെ ചെറിയ എഫക്റ്റുകളാണ് കേട്ടോ, ക്രോണിക് എഫക്റ്റ് ആണ്. സ്കിന്നിനെ സംബന്ധിക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. അതിനകത്ത് സ്കിന്നിന്റെ അല്ലെങ്കിൽ ക്രോണിക് എഫക്റ്റിൽ വന്ന ഏതാണോ, സിവിയർ എഫക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണോ, അങ്ങനെ എന്തെങ്കിലും ആ ഒരു സെക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രോണിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ക്രോണിക് എഫക്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഈ ഷോർട്ട് എക്സ്പ്ലോഷർ ആയിരിക്കും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായി ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ഷോർട്ട് എക്സ്പ്ലോഷർ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, പക്ഷെ ചെറിയ ഇതായിരിക്കും. അത് ആ റേഡിയേഷൻ കുറവായിരിക്കും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു. സ്കിന്നില് ഹെയർ ലോസ്, ബ്ലഡില് അനീമിയ, ലുക്കീമിയ, ഐക്ക് കാറ്ററാക്ട്, കണ്ണിന് തിമിരം വര, മറ്റുള്ള പ്രശ്നങ്ങൾ സ്റ്റെറിലിറ്റി, വന്ധ്യത വര, ഒബിസിറ്റി, അമിതവണ്ണം വര, ക്യാൻസർ. ഇനി അടുത്തതാണ് റെഗുലേറ്ററി ബോർഡ് ആണ്. ഓക്കെ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അവിടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു പാരഗ്രാഫിന് വേറെ എന്താണെന്നൊന്നും ഡെഫിനിഷനോ വേറെ ഡീറ്റെയിൽ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. AERB അത് ചോദിച്ചിട്ടുണ്ട്. എക്സ്പാൻഡ് AERB, Atomic Energy Regulatory Board, outlined by the central government, is the proficient authority as the regulatory board for granting, അനുവദിക്കുക, granting, renewal, renew ചെയ്യുക, പുതുക്കുക, withdrawal, withdraw ചെയ്യുക, then revocation, revocation എന്ന് വെച്ചാൽ ക്യാൻസൽ ചെയ്യുക, അസാധുവാക്കുക, constants for nuclear and radiation facilities. Okay, nuclear radiation സൗകര്യങ്ങൾക്കുള്ള എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നമ്മള്? റിന്യൂവല്, വിത്ഡ്രോവല്, റിവൊക്കേഷൻ ആൻഡ് ഗ്രാന്റിംഗ് എന്നിവ നൽകുന്നതിനുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയില് കേന്ദ്ര ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ AERB എന്ന് പറയുന്നത് ഒരു പ്രാഗൽഭ്യമുള്ള അതോറിറ്റിയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതിനകത്ത് വരുന്ന ഒരു അതോറിറ്റിയാണ് AERB എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൊവിഷൻ അതോറിറ്റി. എന്താ ചെയ്യുന്നത്? ഗ്രാന്റിംഗ്, റിന്യൂവൽ, വിത്ഡ്രോവൽ ആൻഡ് റീവൊക്കേഷൻ, ക്യാൻസൽ ചെയ്യുന്ന, അസാധുവാക്കുന്നു, ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. ന്യൂക്ലിയർ റേഡിയേഷൻ സൗകര്യങ്ങൾ അത് അനുവദിക്കുന്നതിന്, അത് റിന്യൂ ചെയ്യുന്നതിന്, വിത്ഡ്രോ ചെയ്യുന്നതിന്, റീവൊക്കേഷൻ ചെയ്യുന്ന, അസാധു ക്യാൻസൽ ചെയ്യുന്നതിന് ഒക്കെ പ്രാഗൽഭ്യമുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ് AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ അത്. റെഗുലേറ്ററി ബോർഡ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AERB. അതിനകത്ത് ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതിയാണ്. ഇനി അടുത്തതാണ് ഡയഗ്നോസ്റ്റിക് ഏരിയ. അപ്പൊ ഇതിന്റെ 2 പോയിന്റ് പറയണം. 2 പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഡയഗ്നോസ്റ്റിക് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന ഏരിയ അതെങ്ങനെയായിരിക്കണം? ഫസ്റ്റ് നോക്കി, ഒന്നാമത്തെ പോയിന്റ്, ഡയഗ്നോസ്റ്റിക് ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റി അവിടെ വേണ്ടത് നോക്കി. റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിർത്തുക. സെക്ലൂഡഡ്, ഒറ്റപ്പെട്ട് നിർത്തുക. റേഡിയോളജി റൂം എങ്ങനെയായിരിക്കണം? secluded, ഒറ്റപ്പെട്ട് നിർത്തണം. So that the people cannot come 1 meter from its outside wall. പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ, അതായത് നമ്മൾ നേരിട്ട് അങ്ങോട്ട് കയറാൻ പറ്റരുത്. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ നേരെ ഓപ്പൺ ഡോർ തുറന്നു കഴിഞ്ഞാൽ തിയേറ്ററിലേക്കാണോ നമ്മൾ കയറുന്നേ? ആണോ? അവിടെ കുറെ ഗ്യാപ്പ് ഇല്ലേ? നമ്മൾ ഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിന് ആ ഡോർ ക്ലോസ് ചെയ്ത് അല്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ സ്പേസ് അങ്ങ് പോയിട്ടായിരിക്കും ആ തിയേറ്റർ അല്ലെ സംഭവിക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? നേരെ ആളുകൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ പാടില്ല അല്ലെ. അത് സ്റ്റെറിലൈസ്, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പഠിച്ചല്ലേ, സ്റ്റെറിലൈസ്ഡ് ഏരിയ ആണത്. അത്ര നീറ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ എന്താ പറയാ, അപ്പൊ അതേപോലെ ഇവിടെ നോക്കിയ റേഡിയോളജി റൂം എങ്ങനെയായിരിക്കണം? ഒറ്റപ്പെട്ട് നിൽക്കണം. അത് മറ്റുള്ളതിന്റെ കൂടുതൽ നമ്മൾ പറഞ്ഞില്ലേ, മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലൊന്നും വെക്കാൻ പാടില്ല. റൂംസ് ആർ സെക്ലൂഡഡ്, ഒറ്റപ്പെട്ട് നിർത്തണം. ഓക്കെ, സോ ദാറ്റ് ദ പീപ്പിൾ കനോട്ട് കം. പീപ്പിൾ നേരെ ഓടിച്ചെല്ലാൻ പാടില്ല അങ്ങോട്ട്. കം 1 meter ഫ്രം ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾ. കണ്ടോ? എന്തുകൊണ്ടാ?
നമ്മൾ കുറച്ച് ആളുകള് അതിന്റെ ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ വരെ അവർക്ക് വരാൻ പാടുള്ളൂ. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ നമുക്ക് റേഡിയേഷൻ ഏൽക്കൂലേ? വെറുതെ ആളുകൾ ഒരാവശ്യമില്ലാതെ അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ആളുകളൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, റേഡിയേഷൻസ് ഒക്കെ അവിടെ റേഡിയേഷൻ ഒക്കെ അവർക്ക്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, 1 മീറ്റർ അകലെ ആയിരിക്കണം. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. പീപ്പിൾ കനോട്ട് കം, പീപ്പിളിന് വരാൻ പാടില്ല. കം 1 മീറ്റർ ഫ്രം ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾ. ഒരു ഡിസ്റ്റൻസ് വേണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ നോക്കിയേ, ദ വിൻഡോസ് ആർ അവോയ്ഡഡ്. ഇനി അവിടെ നോക്കി വിൻഡോ വേണ്ട. ആ റേഡിയോളജി റൂമില് വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. എന്തിനു വേണ്ടിയാ? ടു ലെസൺ. ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. എന്ത് കുറയ്ക്കാനാ? ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. എന്താണ്? തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് റേഡിയേഷൻ പെനിട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൽ കൂടെ തുളഞ്ഞിങ്ങനെ പോവുക അല്ലെ. ഇപ്പൊ ജനലൊക്കെ ഉണ്ട്, ജനലുണ്ടെങ്കിൽ ആ ജനലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് റേഡിയേഷൻ പോകാൻ പാടില്ലേ? അല്ലെ, റേഡിയേഷൻസ് പോകാം. അപ്പൊ അങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് അതിന്റെ നിയർ ബൈ ഏരിയ, തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് റേഡിയേഷൻ പെനിട്രേറ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് വിൻഡോസ് ഒഴിവാക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? The windows are avoided. റേഡിയോളജി റൂമിൽ എന്താ പ്രത്യേകത? വിൻഡോസ് ഒഴിവാക്കണം. എന്തിനാ വിൻഡോസ് നമ്മൾ ഒഴിവാക്കുന്നേ? To lessen the penetration of radiation in the nearby area. തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ. ക്ലിയർ ആയോ? 2 പോയിന്റ് ക്ലിയർ ആയോ നോക്കിയേ. ഡയഗ്നോസ്റ്റിക് ഏരിയ ആയി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ആളുകൾക്ക് എന്താ, അവിടെ ഒരു ഗ്യാപ്പ് വേണം. ഓക്കെ, ആളുകൾക്ക് അതിന്റെ പുറം ഔട്ട്സൈഡ് വാളിൽ നിന്ന് 1 മീറ്റർ വരെ അവർക്ക് അത്രയും ഗ്യാപ്പ് അവിടെ കൊടുക്കണം. ഡിസ്റ്റൻസ് കീപ് ചെയ്യണം. ദ റേഡിയോളജി റൂം ആർ സെക്ലൂഡഡ്. ഒറ്റപ്പെട്ട് അതിനെ നിർത്തണം. പീപ്പിൾ സോ ദാറ്റ് അതാണ് നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന്റെ റേഡിയോളജിയിലേക്ക് ചെല്ലേണ്ട അല്ലെങ്കിൽ റേഡിയേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആളുകൾക്ക് മാത്രം പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട് നിർത്തണം. എന്തുകൊണ്ടാ? സോ ദാറ്റ് ദ പീപ്പിൾ cannot come 1 meter from its outside wall. പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ വരെയും ആളുകൾക്ക് വരാനായിട്ട് എന്താ പറയാ, 1 മീറ്റർ വരെയും അവർക്ക് വരാൻ പറ്റില്ല. അപ്പൊ അത് 1 മീറ്ററോളം ഗ്യാപ്പ് വേണം, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വിൻഡോസ് ഒഴിവാക്കണം. എന്തുകൊണ്ടാ? ആ വിൻഡോസിൽ കൂടെ തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്ത് പോരാതിരിക്കാൻ വേണ്ടി വിൻഡോസ് ഒന്നും വേണ്ട. ഇനി നിങ്ങളെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ റേഡിയോളജി റൂം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് കാണുമ്പോൾ നോക്കിയോ, അവിടെ വിൻഡോയൊക്കെ കുറെ വിൻഡോസ് ഒക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കി വെച്ചോട്ടോ. നമ്മൾ ഈ പറയുന്ന കാര്യമൊക്കെ അതുപോലെയാണോ എന്ന് അറിയണ്ടേ? നീ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഇതുവരെ നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ പഠിച്ചു കൊടുക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത്രയും ഇന്ന് തന്നെ വായിച്ചു വെക്കണം എല്ലാവരും നിർബന്ധമായിട്ട് കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.